ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. read a verse from Exodus chapter 24 verse 12. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൻ്റെ 12 വാക്യം. Be ready to read in English, okay? 24:12. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിങ്കൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശയും മതി. ഒരൊറ്റൊരു വേർഡ് മാത്രം നമ്മൾ ആ വാക്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മലയാളത്തിൽ വളരെ രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നീ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുക. Right? Can you read in English? Then the Lord said to Moses, "Come up to me on the mountain and be there, and I will give you tablets of stone." Come unto the mountain and be there. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നമ്മൾ ചിന്തിക്കും വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് അല്ലേ. ദൈവം പറയാണ്, മോശയോട് പറയാണ്, മോശെ പർവ്വതത്തിലേക്ക് കയറി വന്നതിന് ശേഷം നീ ഇവിടെ ഇരിക്കുക. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയും അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇപ്പം നമ്മുടെ പിള്ളേരോട് പറയുകയാണ്, ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ഇറ്റ് ഈസ്. എത്രമാത്രം എളുപ്പമാണത്. നമ്മൾ വിചാരിക്കും എളുപ്പമാണെന്ന്, പക്ഷേ കുറച്ച് നേരം ഇരിക്കുന്ന തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. എവിടെ നിന്ന് എണ്ണിക്കണമെന്ന് തോന്നും, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും, ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നും. ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മോശയോട് ഒറ്റ കാര്യമാണ് ദൈവം പറയുന്നത്, ശ്രദ്ധിച്ചു വെക്കണം. ഒറ്റ കാര്യമാണ്. എന്താ പറഞ്ഞേ? കം ടു ദിസ് മൗണ്ടൻ ആൻഡ് സിറ്റ് ദേർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ. എന്തുകൊണ്ടാണ് നമുക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തതെന്ന് മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് മനസ്സിലായോ? ഈ കൽപ്പനകളും പ്രമാണങ്ങളും എന്ന് ഉദ്ദേശിക്കും പുതുതായിട്ട് എന്തെങ്കിലും പുതിയ കൽപ്പനകളൊന്നുമല്ല. ഈ കൽപ്പനകളൊക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്തിൽ എഴുതി തരാമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജീവനായി തീരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വൈ ഇറ്റ് ഇസ് നോട്ട് ബിക്കം ലൈവ്ലി ടു അസ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ നമ്മളെ നടത്തിയ ദേവദാസന്മാർ അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ 1 2 3 4 പറഞ്ഞു തന്നതാണ്. അത്രയുമേ ഉള്ളൂ നമ്മുടെ അടുക്കൽ. അല്ലാതെ മുമ്പോട്ട് അതിൽ നിന്നൊരു വളർച്ചയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ അടുത്ത ലെവലിലോട്ട് നടത്താത്തതിൻ്റെ കാരണം, ബിക്കോസ് മെനി ടൈംസ് വി ആർ നോട്ട് അവൈലബിൾ വിത്ത് ദി ലോർഡ്. ഇവിടെ കർത്താവിൻ്റെ ദാസനോട് പറയുകയാണ്, കം ആൻഡ് സിറ്റ് വിത്ത് മീ, എൻ്റെ കൂടെ ഇരിക്കുക. വളരെ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒറ്റ കാര്യമുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും അല്ല വന്ന്, കം ആൻഡ് സിറ്റ് ഹിയർ. ആൻഡ് സെക്കൻഡ് പാർട്ട് സേസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് തരാം? നിന്നടുക്കൽ ന്യായപ്രമാണങ്ങളും കൽപ്പനകളും മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് വളരെ ഡീറ്റെയിലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മോശയോടുണ്ടായിരുന്നു. ഒരുപാട് ഡീറ്റെയിലായിട്ട് 25 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേഴ്സ് 2, രണ്ടാമത്തെ വാക്യം, 25:2, Exodus chapter 25 verse 2. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പുനൂല്, പഞ്ഞിനൂല്, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടിൻ കൊറ്റൽ, തഹരശൂത്തോൽ, കതിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിന്, പരിമള ധൂപത്തിനും സുഗന്ധവർഗം. മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്രയും ഭാഗത്തിനകത്തുനിന്ന് ഒരൊറ്റ വാക്ക് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യണം, എല്ലാവരോടും പറയാം, ഓഫറിങ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഓഫറിങ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബഡി ഓഫർ. ഇപ്പോൾ നമ്മൾ വഴിയിൽ നിൽക്കുകയാണ്, പറഞ്ഞ എനിക്ക് ആരെങ്കിലും ഓഫർ ചെയ്യാണ്, ഇച്ചിരി വെള്ളം എനിക്ക് തന്നു. സോ സംബഡി ഈസ് ഗിവിങ് ഇറ്റ് യു. പക്ഷേ നമ്മൾ ചോദിച്ചു വാങ്ങിക്കുകയല്ല, പക്ഷേ നമുക്ക് തരുന്നൊരു കാര്യമാണ്. അതേപോലെയാണ് ഓഫറിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു വേർഡ് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നു, ദേ ബ്രിങ് ആൻ ഓഫറിങ് ഫ്രം എവ്രി വൺ ഹൂ ഗീവ്സ് വില്ലിംഗ്ലി. മലയാളത്തിൽ എങ്ങനെയാണെന്നറിയോ? മനസ്സോടെ. ബാക്കി ശ്രദ്ധിച്ചായിരുന്നോ? വായിച്ചു നോക്കി, ആ ഭാഗം ഒന്ന് വായിച്ച്. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന. നല്ല മനസ്സോടെ. അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം
ഇടിച്ച് വലിച്ച് കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ ജോലി കളയും, നീ മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് അങ്ങനെ ചെയ്താൽ നിന്നെ രോഗക്കിടക്കയിലാക്കും. അങ്ങനെയൊന്നുമല്ല. എന്താ ദൈവം പറയുന്നേ? മനസ്സോടെ വായിച്ചോ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ വചനം കേൾക്കും ചില കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ളിൽ കയറണം. മനസ്സോടെ വല്ലതും കൊണ്ടിരുന്നെങ്കിൽ, അത് കൊച്ചു കുഞ്ഞാന്നേലും വലിയ ആളാണെങ്കിലും ആരാന്ന് പറഞ്ഞാലും ദൈവത്തിന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. എന്താണ്? മനസ്സോടെ നീ ദൈവത്തിൻ്റെ അടുക്ക വരുന്നെങ്കിൽ, മനസ്സോടെ നീ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ. അപ്പം യഹോവയുടെ ആലയത്തിലെ കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാവണം, മനസ്സോടെ അല്ല ചെയ്യുന്നതല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് പലപ്പോഴും വഴക്കുണ്ടാക്കി മീറ്റിങ്ങിന് പോവുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പം കർത്താവിനോട് വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തേച്ച് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ, ബൈബിൾ വായിക്കണമല്ലോ, കർത്താവിനോട് പ്രാർത്ഥിക്കണമല്ലോ, കൂട്ടായ്മ ആചരിക്കണമല്ലോ, ദൈവത്തിന് കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒന്നും ചെയ്യരുത്. കാരണം അതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. കാരണം ദൈവത്തിന് നമ്മുടെ മനസ്സറിയാവുന്നതാണ്. അപ്പോൾ മനസ്സോടെ കൊടുക്കുന്നവർ എന്താണ്? മനസ്സോടെ കൊടുത്തുകൊണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് എന്താണ് മോശയ്ക്ക് ചെയ്യാനുള്ളത്? മോശയോട് പറഞ്ഞൊരു കാര്യം, പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടതായിട്ടൊരു കാര്യം 25-ാമത്തെ അധ്യായത്തിൽ തന്നെ 8-ാമത്തെ വാക്യം, വേഴ്സ് 8, 8-ാമത്തെ വാക്യം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് നീ അവർ എന്ത് ഉണ്ടാക്കണം? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, അല്ലേ? ഒരു വിശുദ്ധ. Can you read in English? And let them make me a sanctuary that I may dwell among them. That I may dwell among them. ഇപ്പം പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പം അവിടെ പറയുന്നത് അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ 24-ാമത്തെ അധ്യായത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം വായിച്ച് നോക്കിയാൽ, അതിന് തൊട്ട് മുമ്പ് 23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നതായിട്ടുള്ളൊരു കാര്യം, കർത്താവ് അല്ലെങ്കിൽ യഹോവ അവരോടുകൂടെ ഒരു നിയമം ചെയ്യുകയാണ്. ആ നിയമത്തിന് ശേഷം മോശയും അതേപോലെ തന്നെ എൽഡേഴ്സും കൂടെ ചേർന്നാണ് ദൈവത്തെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ദൈവത്തെ കണ്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏത് ലെവലിലാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അവിടെ ഇല്ലെങ്കിലും ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സോ ഗോഡ് ഓൾവേസ് വാണ്ട്സ് ടു ഹാവ് എ ക്ലോസ് പ്രോക്സിമിറ്റി വിത്ത് ഓൾ ഓഫ് us. എല്ലാവരോടും കൂടെ ചേർന്ന് നടന്ന് കൂടെ നടുവിലിരിക്കാനാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ താല്പര്യം. ആദ്യം കാണാം, ഏദനിൽ എല്ലാ ദിവസവും ഇവിടെ ആദാമിനോടും ഹവ്വായോടും കൂടെ ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ സമയമുണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും നമ്മൾ കാണാം, 24-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാം, മൂപ്പന്മാരോടും മോശയോടും കൂടെ ചേർന്ന് ഒന്നിച്ച് ഒരു സമയം ദൈവത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ നിങ്ങളുടെ ആ പാളയത്തിന് നടുക്ക് അവിടെ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വന്ന് താമസിക്കേണ്ടതിന് യു മസ്റ്റ് മേക്ക് എ സാങ്ച്വറി, ഒരു വിശുദ്ധ മന്ദിരം എനിക്ക് വേണ്ടി ഉണ്ടാക്കണം. ഒരു കാര്യം നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകുന്നുള്ളത്, ദൈവത്തിന് നമ്മളോട് കൂടെയുള്ള ഇരിക്കാനായിട്ടുള്ളൊരാഗ്രഹം നിങ്ങൾ ആ വാക്കിനകത്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കും, അല്ലേ? ദൈവത്തിന് നമ്മളോടുകൂടെ ഇരിക്കാനായിട്ടുള്ള. അപ്പം ദൈവം മോശയോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ താഴോട്ട് നമ്മൾ പറയണം, ഞാൻ നിങ്ങളുടെ മധ്യയിൽ ഇരിക്കേണ്ടതിന്, ദാറ്റ് ദേ മേ മേക്ക് മീ എ സാങ്ച്വറി ദാറ്റ് ഐ മേ ഡ്വെൽ എമംഗ് ദം, അവരുടെ മധ്യയിൽ ഞാൻ നടുവിൽ ഇരിക്കേണ്ടതിന്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, 8-ാമത്തെ വാക്യം, വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് സാങ്ച്വറി അല്ലെന്നുണ്ടെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ ആയിട്ടുള്ള പ്ലാനാണ് പിന്നെ അടുത്ത ചില അധ്യായങ്ങളിൽ കൊടുക്കുന്നത്. സമാഗമന കൂടാരം എന്ന് വെച്ചാൽ ടെൻറ്റ് ഓഫ് മീറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അത് കൂടി വരാനായിട്ടുള്ളൊരു പ്ലാനാണ്. എവിടെയാണ് നമ്മൾ കൂടി വരുന്നത്, എങ്ങനെയാണ് കൂടി വരുന്നത്. അപ്പം ആ കൂടി വരുന്ന അതിൻ്റെ കാര്യത്തിൻ്റെ ഒരു ഘടന ദൈവം അവിടെ കൊടുത്തിരുന്നു. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ആ പറയുന്ന ഡീറ്റെയിലോടൊന്നും പോകാൻ നമുക്ക് നേരെയില്ല. 9-ാം അധ്യായം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് അത് ചുരുക്കി അത് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ദാറ്റ് പാർട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 1. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മോശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വായിച്ച 2-ാമത്തെ വാക്യം. ഒരു കൂടാരം ചമച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. മതി. ഈ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിപ്പോണം. കാരണം ഒരുപാട് അധ്യായങ്ങളെ ചുരുക്കി പറയുന്ന വാക്കുകളാണ്, അല്ലേ?
ഒത്തിരി കാര്യമാണ്. കാരണം അടുത്ത് നമ്മൾ വായിക്കുന്ന ഈ പുറപ്പാട് ദിവസം 26, 27 ഒത്തിരിയും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കണം അവിടുത്തെ ഓരോ കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അപ്പം താഴോട്ട് പറയുന്ന ഭാഗത്ത് ഈ അടുത്ത 4-5 വാക്യത്തിനകത്ത് കാണുന്നത് സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ 3 ഭാഗമായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അല്ലേ. ഏറ്റവും കോറായിട്ടുള്ള ഭാഗം എന്താണ്? അതിവിശുദ്ധ സ്ഥലം, ദ മോസ്റ്റ് ഹോളി പ്ലേസ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലം എന്താണ്? വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ ഹോളി പ്ലേസ്. പിന്നെ 3ാമതായിട്ടുള്ള ഭാഗം അതെന്താണ്? പ്രാകാരം അല്ലേ. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ആ അതിവിശുദ്ധ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു, പിന്നെ വിശുദ്ധ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു, പ്രാകാരത്ത് എന്തുണ്ടായിരുന്നു എന്നാണ് ഈ വാക്യങ്ങൾ നമ്മൾ താഴോട്ട് കാണുന്നത്. അപ്പം സമാഗമന കൂടാരത്തിൻ്റെ വളരെ ഡീറ്റെയിൽ ആയതിൻ്റെ വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ ഈ പറയുന്ന 2-3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ കാണണം, ദൈവത്തിന് ആദിയിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം, ഈ ഏദനിൽ ചെയ്തൊരു കാര്യം, ദൈവത്തിനോട് എന്നും കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മോശയുടെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോശയും അതേപോലെ എൽഡേഴ്സുമായി തമ്മിലൊരു കൂട്ടായ്മയുടെ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ കാര്യത്തെക്കുറിച്ച് കാണുന്നു. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ നടുക്ക് താമസിക്കുവാനായിട്ട് ഞാൻ ഒരു മന്ദിരം പണിയണമെന്ന് പറഞ്ഞു. മന്ദിരത്തിൻ്റെ സ്ട്രക്ചറാണ് അവിടെ വായിച്ചത്. ഇനി 2ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ഫോർ ദ ടെബർനാക്കിൾ വാസ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് പാർട്ട് ഇൻ വിച്ച് വാസ് ദ ലാംപ് സ്റ്റാൻഡ്. എന്നുണ്ടായിരുന്നു? ഒരു വിളക്കുണ്ടായിരുന്നു. ദർ ഇസ് എ ടേബിൾ ആൻഡ് ദ ഷോ ബ്രെഡ് വിച്ച് ഈസ് കോൾഡ് ദ സാങ്ച്വറി. 2ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. ഇതാണ് വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്തുള്ള ഓരോ കാര്യങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിലോട് പറഞ്ഞാൽ. അവിടെ ഒരു വിളക്കുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് ഫസ്റ്റ് പാർട്ട്, ദർ ഇസ് എ ലാംപ് സ്റ്റാൻഡ് ആൻഡ് ദർ ഇസ് എ ടേബിൾ ആൻഡ് ഓൺ ദാറ്റ് ടേബിൾ ദർ ഇസ് എ ബ്രെഡ് ഫോർ എവറി ട്രൈബ്. 12 ട്രൈബിനും ഓരോ ബ്രെഡുകളും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അതിൻ്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ അതുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് വിശുദ്ധലം. അപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ വെട്ടം കാണുന്നത് എങ്ങനെയാണ് അവിടെ വെളിച്ചം കിട്ടുന്നത്? എന്തുണ്ട്? അവിടെ ഒരു നിലവിളക്കുണ്ട് അല്ലേ. ആ നിലവിളക്ക് കത്തിക്കാനൊക്കെ ഇവിടെ ഈ ആദ്യം പറഞ്ഞ നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് അവിടെ ഒലിവെണ്ണയൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ. അവിടെ ഈ നിലവിളക്ക് കത്തിക്കാൻ വേണ്ടിയാണ് ഇത് ദൈവം ചോദിച്ചിരിക്കുന്നത്. ശരി. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഭാഗം, അതിനകത്തോട്ടുള്ളൊരു ഭാഗം, അത് വായിച്ചിട്ട് അടുത്ത വാക്യം. 2ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. ഖദിര മരം കൊണ്ടുള്ള ഒരു പെട്ടി, കൃപാസനവും എല്ലാം എവിടെ ഉണ്ട്? ഈ 2ാമത്തെ തിരശ്ശീലയ്ക്കകത്തുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? അതിവിശുദ്ധ സ്ഥലം. അപ്പം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം അല്ലേ. ആ അതിവിശുദ്ധ സ്ഥലത്ത് എങ്ങനെയാണ് വെളിച്ചം കാണുന്നത്? നിലവിളക്കുണ്ടോ അവിടെ? ഇല്ല, അവിടെ നിലവിളക്കില്ല. ദൈവത്തിൻ്റെ തേജസ്സായുള്ളൂ. മനസ്സിലായോ? മൊത്തം കേട്ടനാ. അപ്പോൾ ആ കേട്ടനുള്ള ആ ഒരു സ്ഥലത്തകത്തോട്ട് കയറുന്ന കാര്യത്തെക്കുറിച്ച്, അവിടെയാണ് കൃപാസനമുള്ളത്. ആ കൃപാസനത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇല്ല, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും നിങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പള്ളിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണും, ജനം നിൽക്കുന്നതായിട്ടൊരു സ്ഥലം കണ്ടു കാണും. അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. ഈ അച്ഛന്മാരൊക്കെ സാധാരണഗതിയിൽ അച്ഛന്മാരും ഈ ആത്മീയ ശുശ്രൂഷക്കാരും ഒക്കെ ഇടയ്ക്ക് നിന്ന്, അത് കഴിഞ്ഞതിന് ശേഷം തിരിശ്ശീലയ്ക്ക് അപ്പുറത്ത് ത്രോണോസ് അല്ലെങ്കിൽ അവിടെ കുർബാന അർപ്പിക്കാനായിട്ട് കയറുന്ന കാണും. അത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇത് പഴയ നിയമ ആലയത്തിൻ്റെ ഏകദേശം ഒരു ദൃശ്യമാണ്. മനസ്സിലായോ? അപ്പം ഈ പ്രാകാരത്തിലാണ് ജനം നിൽക്കുന്നത്. പിന്നെ ഈ പുരോഹിതന്മാരാണ് ഇടയ്ക്ക് നിൽക്കുന്നത്. ആർക്ക് മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ? തിരശ്ശീലയ്ക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. പുരോഹിതന്മാരും അവർക്കൊക്കെ മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പഴയ നിയമ സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം അതിനകത്ത് വരുന്നത്. അപ്പം എന്നാൽ സമാഗമന കൂടാരത്തിൻ്റെ ആ 2ാമത്തെ അതിവിശുദ്ധ സ്ഥലത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ദൈവ സാന്നിധ്യം വസിക്കാൻ പോകുന്നത്. ഈ കൃപാസനത്തിലാണ് ദൈവ സാന്നിധ്യം വസിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വളരെ പൊന്നുകൊണ്ട് മാത്രമായിട്ട്, പൊന്നു കാണിക്കുന്നതിനാണ് വിശുദ്ധിയോടുകൂടി
മാത്രമായിട്ടുണ്ടാക്കുന്ന കൃപാസനത്തിൽ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ കെരൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ആ വിശുദ്ധ സ്ഥലം. അപ്പോൾ ഇനി താഴോട്ട് വായിച്ചാൽ അവിടെ ഉള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ സംസാരിക്കുന്ന സമയമില്ല. 5-ാമത്തെ വാക്യം, വേഴ്സ് 5. അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. അപ്പം ഞാനിപ്പോൾ ഇത്രയും പറയുന്നെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പോലും എഴുതാൻ സമയമില്ല. ലെറ്റ് us go to the next verse. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. അപ്പം എൻ്റെ ചോദ്യം, എവിടെയായിരിക്കും യാഗങ്ങളൊക്കെ നടക്കുക? പ്രാകാരത്തിലാണ് ഈ യാഗങ്ങളൊക്കെ. അപ്പം ആൾക്കാർ വന്ന് അവിടെ താമ്രത്തൊട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവിടെയാണ് യാഗം നടക്കുക. അപ്പം യാഗം നടക്കുന്ന അവിടുന്ന് രക്തം കൊണ്ടാണ് അത് വിശുദ്ധ സ്ഥലത്തിലോട്ട് കയറുന്നത്. അവിടെ വിശുദ്ധ സ്ഥലത്തിലോട്ട് ആരാണ് കയറുന്നത്? പുരോഹിതന്മാർ മാത്രം. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് കയറുന്നത് ആര് മാത്രമേ ഉള്ളൂ? മഹാപുരോഹിതൻ. പക്ഷെ അങ്ങനെ ആയിരുന്നോ ആദ്യം തൊട്ട്? അല്ല, അങ്ങനെ ആയിരുന്നില്ല ആദ്യം തൊട്ട്. മനസ്സിലാവുന്നോ? അപ്പോൾ ഇത് വർഷത്തിൽ ഒന്നാക്കിയാൻ കാരണം ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതാണ് അഹ്റോൻ്റെ മകന് പറ്റിയ ഒരു തെറ്റ്. മനസ്സിലായോ? അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒരു ലിമിറ്റേഷനും ഇല്ല. ദൈവം തന്നെ ലിമിറ്റ് ചെയ്യുന്നില്ല. ദൈവം ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മളെ അടുത്തു വരാനായിട്ട് അഹ്റോൻ്റെ നാദാബ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അവർ ചെയ്ത തെറ്റുകൊണ്ടാണ് നിങ്ങൾ എന്നും കയറി വരേണ്ട, വർഷത്തിൽ ഒരിക്കൽ കയറി വന്നാൽ അതും വിശുദ്ധിയോടുകൂടെ യാഗത്തോടുകൂടെ എല്ലാം കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ പുരോഹിതൻ മരിച്ചു. അദ്ദേഹത്തിനെ വലിച്ചെടുക്കുവാൻ ചങ്ങല കെട്ടിയിടുന്നതിൻ്റെ ഓർമ്മയാണ് നമ്മളിപ്പോൾ കാണുന്ന പുരോഹിതന്മാരുടെയൊക്കെ ഇടയ്ക്കൊരു കെട്ടും താഴോട്ടൊരു വള്ളിയും ഒക്കെ ഉണ്ടല്ലോ. അതാണ് ആ കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, but the second part, the high priest went alone. 7-ാമത്തെ വാക്യം, verse 7. Read verse 7 please. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെ അല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനായിട്ട്. Read that verse please. But into the second part, the high priest went alone once a year, not without blood, which he offered for himself and for the people's sin committed in ignorance. Whose blood he takes it? Yes. ആരുടെ ബ്ലഡാണ് കൊണ്ടുപോകുന്നത്? ആട്ടുകൊറ്റന്മാരുടെ അല്ലേ? പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അന്ന് വരെ യാഗം അർപ്പിക്കുന്ന എന്താണ്? ആട്ടുകൊറ്റന്മാരെയൊക്കെ യാഗം അർപ്പിച്ചേച്ച് പ്രാകാരത്തിൽ എന്താണ് നടക്കുന്നത്? യാഗം. ആ യാഗത്തിൻ്റെ ആ രക്തം കൊണ്ടാണ് ഈ വിശുദ്ധ സ്ഥലത്തിലോട്ടും അതിവിശുദ്ധ സ്ഥലത്തിലോട്ടും ഒക്കെ പോകുന്നത്. അതുകൊണ്ടാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്, ദ ഹോളി സ്പിരിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, വേഴ്സ് 7, into the second part the high priest went alone once a year, not without blood, that is the blood of the sacrifices of the lamb, and which he offered for himself and also for the people's sins committed in ignorance. അബദ്ധവശാൽ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. അബദ്ധവശാൽ വന്ന വാക്ക് അല്ലത്. അബദ്ധവശാൽ, ഇൻ ഇഗ്നോറൻസ്, അറിവില്ലായ്മകൾ കൊണ്ട് തന്നെ കർത്താവിൻ്റെ രക്തത്തെ മലിനമെന്ന് എണ്ണി മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അന്നും പഴയ നിയമത്തെ കാര്യത്തിൽ എഴുതിയിരിക്കുന്നത് അന്നും ഇൻ ഇഗ്നോറൻസ്. എന്നിട്ട് അടുത്തത് പറയാണ്, വേഴ്സ് 9, 9-ാമത്തെ വാക്യം. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരനും മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്തായിരുന്നു? വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണേ. എബ്രാഹിം വായിക്കും, ശ്രദ്ധിച്ചു വായിച്ചിട്ട് അതെന്തായിരുന്നു? സാദൃശ്യമായിരുന്നു. ഇറ്റ് വാസ് സിംബോളിക്. Isn't it? It is written there, right? ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചേ ഒന്നുകൂടെ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം. ആ കൂടാരം എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരം, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ സാദൃശ്യത്തിലുള്ളതെല്ലാം ഈ കാലത്ത് ഒരു
സിംബോളിക് ആയിരുന്നു, സാദൃശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഈ ധൂപകലശവും ഒന്നും ഇവിടെ കാണാത്തത്. സാധാരണഗതിയിൽ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഇവിടെ ഒന്നും നമുക്കില്ലാത്തതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ റീസൺ. ബിക്കോസ് ഇറ്റ് വാസ് സിംബോളിക്. പഴയ നിയമത്തിൻ്റെ ഭാഗമായ ദൈവം കൊടുത്ത് എന്തുകൊണ്ടാണത് സിംബോളിക് ആകുന്നത്? താഴ്ത്ത് വായിച്ചാട്ട്. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. Yeah, it was imposed until the time of Reformation. ഗുണീകരണ കാലത്തോളം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ യാഗത്തിൻ്റെ ആ കാലത്തോളം ദൈവം കൊടുത്ത നിയമങ്ങളായിരുന്നു. അതുകൊണ്ടാണ് നമ്മളാരും ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇടക്കെട്ടും ഒക്കെ ആയിട്ട് നമ്മളാരും നടക്കാത്തതിൻ്റെ കാരണം അതാണ്. അല്ലേ? എന്നാൽ അടുത്ത വാക്യം, 11-ാമത്തെ വാക്യം, വേഴ്സ് 11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലുപ്പവും തികവേറിയുമേറിയ ഈ കൂടാരത്തിൽ കൂടെ ആറ്റുകൊട്ടന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത യാഗത്തിൻ്റെ വ്യത്യാസം പറയുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് കൈപ്പണിയായ ഒരു സാങ്ച്വറിയിലല്ല, കൈപ്പണി അല്ലാത്ത. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒരു ഒറിജിനലുണ്ട്. എവിടെ? സ്വർഗത്തിൽ. ഇവിടെ ഉള്ളത് സിംബോളിക് ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ, ആ അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു കയറി ചെല്ലുകയാണ്. ആ കയറി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ മഹാപുരോഹിതൻ ആട്ടുകൊറ്റന്മാരുടെ രക്തമാണ് കൊണ്ടു ചെന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കയറി ചെന്നത് ആരുടെ രക്തം കൊണ്ടാണ്? സ്വന്തം രക്തം കൊണ്ട്. ആരുടെ രക്തം കൊണ്ടാ? ഇപ്പം നിങ്ങൾ ചോദിക്കുക, എന്തിനാ ഇത്രയൊക്കെ ഇതൊക്കെ പറയുന്നത്? ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ? കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അല്ലേ? അവിടോട് കയറി ചെല്ലുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ് അവിടോട്ട് കയറി ചെന്നത്. അപ്പോൾ ഈ ആട്ടുകുറ്റന്മാരുടെ എല്ലാ വർഷവും ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കയറുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇനി എല്ലാ വർഷവും കയറുമോ? ഇല്ല, ഒരിക്കലായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ ഉയർപ്പും പിന്നെ അടക്കുന്നു, പിന്നെ ഉയർപ്പുന്നു, ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കർത്താവ് ഒരിക്കലായിട്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാൻ, അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് കയറി ചെല്ലുവാൻ കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി കർത്താവ് ഒരിക്കലായിട്ട് പ്രായശ്ചിത്തം ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വേഴ്സ് 11-12 ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. 11 and 12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവേറിയതുമായിട്ടുള്ള പെർഫെക്റ്റ് ടബർനാക്കിൾ, എ ഗ്രേറ്റർ. വലിപ്പം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബൈ ഇറ്റ്സ് ഗ്ലോറി ഗ്രേറ്റർ ആൻഡ് എ മോർ പെർഫെക്റ്റ് ടബർനാക്കിൾ, നോട്ട് മെയ്ഡ് വിത്ത് ഹാൻഡ്സ്, കൈകളാൽ ഉണ്ടാക്കിയതല്ല. ദാറ്റ് ഈസ് നോട്ട് ഓഫ് ദിസ് ക്രിയേഷൻ, ഈ സൃഷ്ടിപ്പിനകത്ത് ഭാഗമല്ലാത്ത ഒരു കാര്യം. അവിടേക്കാണ് കർത്താവായ യേശു ക്രിസ്തു കയറി ചെന്നത്. ഇവിടെ മഹാപുരോഹിതൻ കയറി ചെല്ലുന്നത് അതിവിശുദ്ധ സ്ഥലത്തിലെ ഇവിടുത്തെ ഏതെങ്കിലും ഒന്നിലോട്ടാണെങ്കിൽ, എന്നാൽ കർത്താവായ യേശു കയറി ചെല്ലുന്നത് കൈപ്പണിയല്ലാത്ത അതിലോട്ടാണ് കർത്താവായ യേശു കയറി ചെന്നത്. ഓക്കെ, വായിച്ചാട്ടെ. ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അടുത്ത വാക്യം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മഹത്വം അവിടെ പറയുകയാണ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് അവർക്ക് താൽക്കാലികമായി ഒരു നല്ല മനസാക്ഷി കിട്ടുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എത്ര അധികമായി
നമ്മളെ നല്ല മനസ്സാക്ഷി തന്ന് നമ്മളുടെ നിർജീവ പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് നമ്മളെ എത്ര മനോഹരമായി നിർത്തും എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം ഈ വചനത്തിനകത്ത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം അത്ര ശ്രേഷ്ഠമായ ഒരു പ്ലേസിലോട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം അവിടെ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അല്ലേ. ഈ അതിവിശുദ്ധ സ്ഥലത്ത് എന്താ ഉള്ളത്? ഞാൻ അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു വന്നത്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് എന്താ ഉള്ളത്? ദൈവ സാന്നിധ്യത്തിലോട്ട് കയറി ചെല്ലാൻ. മഹാപുരോഹിതന്മാർ ഇവിടെ ആയിരിക്കുമ്പോൾ വർഷത്തിൽ ഒരിക്കലായിട്ട് കയറി ചെല്ലുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് അവിടെ കയറി ചെന്ന് ഇപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത കാണിക്കുന്ന കർത്താവ്. എന്നിട്ട് ഇത്രയും ഭാഗത്തെക്കുറിച്ചൊക്കെ താഴോട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് പിന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ therefore brethren having the boldness verse 19 വായിച്ചാട്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. Therefore brethren having boldness to enter the holiest by the blood of Jesus. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ വിശുദ്ധ സ്ഥലത്തിലോട്ട് എൻ്റർ ചെയ്യുവാനായിട്ട് നമുക്കിപ്പോൾ എന്തുകൊണ്ട്? ധൈര്യമുണ്ട്. വായിച്ചെടുത്തായിട്ട് വായിച്ചാട്ട്. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിനായി ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷിയും നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അപ്പോൾ ഇവിടെ പറയാണ് കം ദ ലോർഡ് ഹാസ് ഓപ്പൺ. അവിടെ പറഞ്ഞിരിക്കുന്നു എ ന്യൂ ആൻഡ് ലിവിങ് വേ. ജീവനുള്ള ഒരു പുതുവഴി അങ്ങോട്ട് തുറന്നിരിക്കുക. എങ്ങോട്ട്? ഈ അതിവിശുദ്ധ സ്ഥലത്തിലോട്ട്. അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് തുറന്നിരിക്കുക. ആരാണ് തുറന്നത്? കർത്താവായ യേശു ക്രിസ്തു. എങ്ങനെയാണ് തുറന്നത്? തൻ്റെ സ്വന്തം രക്തം കൊണ്ടാണ് തുറന്നത്. എപ്പോഴത്തേക്കാണ്? വർഷത്തിൽ ഒരിക്കലേക്കാണോ? അല്ല, എന്നേക്കുമായിട്ട് ഒരിക്കലായിട്ട് കർത്താവായ യേശു ക്രിസ്തു തുറന്നേക്കുക. അതുകൊണ്ട് വി ഹാവ് എ ബോൾഡ്നെസ് ടു എൻറ്റർ. അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തിലോട്ടും അതിവിശുദ്ധ സ്ഥലത്തിലോട്ടും സാധാരണപ്പെട്ട ആൾക്കാർക്ക് കയറാൻ പറ്റുകയില്ല. എന്നാൽ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, അതൊരു സഹോദരനായിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാൻ, ആ അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് കയറി ചെല്ലുവാൻ ദൈവം നമുക്ക് എന്ത് തന്നു? ധൈര്യം തന്നു. ആരാ തന്നെ? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ധൈര്യം തരിക. നല്ല നിർജീവ പ്രവൃത്തിയിലെ പോക്കി നല്ല മനസാക്ഷിയുടെ ഉടമയായി തങ്കച്ചോരയാൽ കഴുകി നീതിമാനെന്നുള്ള പേരോടുകൂടെ ഈ പിതാവിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നേ? കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കാൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എപ്പോൾ അവിടെ പറഞ്ഞു ദൈവത്തിൻ്റെ ഹൃദയത്തിലെ താല്പര്യം ഞാൻ പറഞ്ഞു, നമ്മളോടുകൂടെ ഇരിക്കാൻ. മോശയോട് പറഞ്ഞു, മോശെ നീ ഇവിടെ ഇരിക്ക്, നീ ഒന്ന് ഇവിടെ ഇരിക്ക്. നമുക്കിരിക്കാൻ നേരമുണ്ടോ? നമുക്കിരിക്കാൻ നേരമുണ്ടോ? പ്രാകാരത്തിൽ വന്ന് വേഗത്തിൽ വന്ന് യാഗം കഴിച്ച് പോവാ. പിന്നെ ഇനി പുരോഹിതന് വേണമെങ്കിൽ രക്തം കൊണ്ടൊക്കെ അകത്ത് പൊക്കോണം. മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്ക് പുരോഹിതൻ ഇനി എനിക്ക് പ്രാർത്ഥിക്കാനോ എടുക്കാനോ ഒന്നും നേരമില്ല. ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വലിയ ഉപകാരമായിരുന്നു. പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ലെങ്ത് ഓഫ് പ്രെയർ ബട്ട് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് യു ഹാവ് ടു എൻറ്റർ ഇൻ ദ ലോർഡ്സ് പ്രസൻസ്. ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളീസ് കടന്നു ചെല്ലാനായിട്ടുള്ളത്. സി ഇവിടെ പറഞ്ഞു ദേഹമെന്ന തിരശീല ചീന്തി ആണ് കർത്താവായ യേശു ക്രിസ്തു അങ്ങോട്ട് കയറിച്ചത്. താൻ ഇവിടെ ആയിരിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവിന് പൂർണ്ണമായി അനുസരിച്ച് അദ്ദേഹം ഈ വഴി നമുക്ക് വേണ്ടി തുറന്നില്ല. വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, നമുക്കും അതേ മാർഗ്ഗത്തിൽ കൂടെ തന്നെ നമുക്ക് പോകാനായിട്ട് വെച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, വി ഹാവ് ദ ബോൾഡ്നെസ് ടു എൻറ്റർ ഇൻ ടു ഹിസ് പ്രസൻസ്. ആ ദൈവസന്നിധിയിലോട്ട് ചെല്ലുവാൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലോട്ട് നമ്മളെ മടക്കി കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്തുമാത്രം വില കൊടുത്തെന്ന് നോക്കി. നമ്മളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലോട്ട് മടക്കി കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു മഹാപുരോഹിതന്മാർ ഒരിക്കലെന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് അങ്ങനെ ഒരിക്കലാക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പം പാപം കൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നകന്ന് പോയ ജനത്തെ തിരിച്ച് ആ അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് നോക്കിയേ.
നമുക്കത് ചിലപ്പോൾ അതിൻ്റെ വില മനസ്സിലാകുന്നില്ല. ബിക്കോസ് വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ മച്ച് ഇറ്റ് ഇസ്. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കർത്താവ് എനിക്ക് വേണ്ടി നീയും ഞാനുമായിട്ടുള്ളൊരു കൂട്ടായ്മ തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ ആ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ സ്ഥലത്തിലാണെങ്കിൽ അവിടെ വിളക്കുണ്ട്, എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവ തേജസ്സാണുള്ളത്. ആ ദൈവ തേജസ്സിൽ അവിടെ കണ്ടുപോകണം. ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഈ പിന്നീട് നമ്മൾ കാണുന്നത് ആദ്യം ഇവർക്ക് കൊടുത്ത ആ ഒരു മന്നയുണ്ട്. മന്ന ഒരാഴ്ച, ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ന ആക്ച്വലി നോർമലി ചീഞ്ഞു പോവും അല്ലേ. സ്പെഷ്യൽ കേസിൽ മാത്രമേ ഉള്ളൂ ആറാമത്തെ ഏഴാമത്തെ ദിവസവും നിൽക്കുന്നത് അല്ലേ. അത് കർത്താവ് സ്പെഷ്യലായിട്ട് കൊടുത്താൽ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മന്ന ചീയുന്നില്ല. എന്താ കാരണം? ദൈവ തേജസ്. അപ്പോൾ ആ ദൈവ തേജസ്സിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പം ദൈവം നമ്മളെ എവിടെ ആക്കുവാനായിട്ടാകുന്നത്? പ്രാകാരത്തിലാണോ, വിശുദ്ധ സ്ഥലത്തിലാണോ, അതിവിശുദ്ധ സ്ഥലത്തിലാണോ? അതിവിശുദ്ധ സ്ഥലത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെപ്പോഴും പക്ഷേ നമ്മുടേതായിട്ടുള്ള താല്പര്യം എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാകാരത്തിൽ നിൽക്കുന്നത്. അവിടെ ഒരു എളുപ്പമുണ്ട്. കാരണം ഈ വിശുദ്ധ സ്ഥലത്തിലും അതിവിശുദ്ധ സ്ഥലത്തിലോട്ടും വരുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ വരുമ്പോൾ വിശുദ്ധിയോടുകൂടെ വേണം കടന്നു വരാൻ. ഇതിനൊന്നും താല്പര്യമില്ലാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം പ്രാകാരത്തിൽ വന്ന് അർപ്പിച്ച് ബാക്കിയെല്ലാം അവിടെ പുരോഹിതൻ്റെ കൈ കൊടുത്തേച്ച് അദ്ദേഹം പോവുക. സൗരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവ് പുതിയ ഈ വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നത് ഈ അതിവിശുദ്ധ സ്ഥലത്തിൽ പിതാവിനോട് കൂടെയുള്ള കൂട്ടായ്മയിൽ എപ്പോഴും ആയിരിക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ആ കൂട്ടായ്മയിൽ എപ്പോഴും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മളതിൽ നിന്ന് മാറി നിൽക്കുകയും, പ്രാകാരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോർഡ് ഡോണ്ട് ബോദർ മീ ടു മച്ച്, യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത് ആൻഡ് ടേക്ക് കെയർ ഓഫ് മൈ വെൽത്ത് ആൻഡ് ടേക്ക് കെയർ ഓഫ് മൈ കിഡ്സ്, ഓൾ ദാറ്റ് ഇസ് ഗുഡ്, ഐ എം ഓക്കെ. ഹല്ലേലൂയ. അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നപ്പോൾ അവർക്ക് അതൊക്കെ മതിയായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ കാണിച്ചു തന്ന ജീവനുള്ള പൊതുവഴി എന്ന് പറയുന്ന പിതാവുമായിട്ടുള്ളൊരു നിരന്തരമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ നിൽക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവിടോട്ട് കയറി വരുവാൻ നമുക്ക് എന്തുണ്ട്? ബോൾഡ്നെസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് 23. Let us read verse 23. Let us hold fast the confession. Verse 23. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, let us consider one thing. Let us hold the hold fast the confession of our hope. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. പലപ്പോഴും ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഇത് നമ്മളെ തളർത്തിക്കളയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളൊരു ജീവിതത്തിൽ മനസ്സിലാക്കണം, യെസ് കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഐ നീഡ് ടു ഗോ ഓൺ, ഐ നീഡ് ടു പ്രസ് ഓൺ, ഐ നീഡ് ടു ഹോൾഡ് ഓൺ എന്നുള്ളൊരു വേർഡാണ് നമുക്ക് എപ്പോഴും എബ്രാലേഖനത്തിൽ മനസ്സിലാക്കുന്നത്. നമുക്കിത് നമ്മൾ മനസ്സിലാക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം, സക്കായി എന്നുള്ള മനുഷ്യൻ. അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം പൈസ ഉണ്ടായിരുന്നു, നല്ല പൊസിഷൻ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ 10-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, വേഴ്സ് 2. ചുങ്കക്കാരിൽ പ്രമാണികളും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഓക്കെ, ഈ സാഹചര്യം നമുക്ക് നന്നായിട്ട് അറിയാം. സാക്കിയസ് ആൻഡ് സാക്കിയസിന് എന്ത് മാത്രമേ ഉള്ളായിരുന്നു? ഒരു കുറവ്, പൊക്കമില്ല. ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പൊസിഷൻ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പൊക്കമില്ല. പക്ഷേ അത് പൊക്കമില്ലാത്ത എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറവ്. അദ്ദേഹത്തിന് മനസ്സിലായി യേശുവിന് എന്തുണ്ടോ വ്യത്യാസമുണ്ട്. പക്ഷേ കാട്ടത്തിൽ കയറിയിരുന്ന സക്കായിയെ കാണാൻ കർത്താവ് വന്നിട്ട് കർത്താവ് കാട്ടത്തിയുടെ താഴെ വന്ന് നിന്നു. എൻ്റെ ചോദ്യം, കർത്താവും സക്കായി മാത്രമേ ഉള്ളായിരുന്നു അവിടെ? സൗരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവും സക്കായും മാത്രമേ ഉള്ളായിരുന്നോ? വേറെ ഒത്തിരി പേരുണ്ടായിരുന്നു.
അവരെടുക്കൽ എന്താണ് കർത്താവിന് ഒന്നും പറയാനില്ല? അവർ വിശുദ്ധന്മാരായതുകൊണ്ടായിരുന്നു? അതോ അവർക്ക് സമയമില്ലായിരുന്നു? They don't need the Lord. ഹല്ലേലൂയ. നമുക്ക് മീറ്റിങ്ങിന് വരാം, പാട്ട് പാടാം, പ്രാർത്ഥിക്കാം, നല്ല കൂട്ടായ്മയൊക്കെ ആചരിക്കാം, ഒക്കെ പോകാം. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. യേശു പറയാണ്, ഞാൻ നിങ്ങളുടെ നടുക്ക് വന്നിരിക്കാൻ ഒരു മന്ദിരം എനിക്ക് വേണ്ടി പണിയണമെന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ ഹൃദയത്തിലെ താല്പര്യമുണ്ട്. സക്കായെ, നിൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് താല്പര്യമുണ്ട്, നിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ബട്ട് ആർ യു ഇൻട്രസ്റ്റഡ് ഓർ നോട്ട്? കർത്താവ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ എൻ്റെ വീട്ടിലെ പല കാര്യങ്ങളും മാറ്റേണ്ടി വരും എന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് കർത്താവിനെ കൺവീനിയൻ്റ്ലി ആരും വീട്ടിലോട്ട് വിളിക്കത്തില്ലായിരിക്കും. തൻ്റെ രഹസ്യ ജീവിതത്തിലോട്ടൊന്നും ആരെയും കർത്താവിനെ വിളിക്കുകയില്ല. ഡോണ്ട് ബോദർ മീ ലോർഡ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇവിടെ സക്കായിയോട് പറയാണ്, ഐ എം കമ്മിങ് ടു സ്റ്റേ ഓൺ യുവർ ഹൗസ്. നിൻ്റെ വീട്ടിൽ താമസിക്കാൻ. കർത്താവ് എന്നെ പിന്നെയും ഈ ആഴ്ചയിൽ ഓർപ്പിച്ച ഒരു കാര്യം ഇതായിരുന്നു. വെൻ യു കം ടു പ്രേ, യു ക്യാൻ പ്രേ സ്റ്റാൻഡിങ് ഇൻ ദി ഔട്ടർ കോർട്ട്. പ്രാകാരത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് വെച്ച് പോകാം. ലോർഡ് ടേക്ക് കെയർ ഓഫ് മൈ ജോബ്, ടേക്ക് കെയർ ഓഫ് ദ ബ്ലാ ബ്ലാ ബ്ലാ, വാട്ട് എവർ ഇറ്റ് ഈസ്. Or you can pray in the holy place, or you can pray in the holiest of holies. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കുക? എവിടെയാണ് നിങ്ങൾ ദൈവത്തിനോട് കൂട്ടായ്മ ആചരിക്കുക? കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് എവിടെയാണ്? where do you really enjoy your fellowship with the Lord? സാക്കിയസിനോട് പറഞ്ഞു, സാക്കിയസ്, I have come to stay in your house. നിൻ്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ വരിക. Are you happy? Are you happy with the Lord? നിങ്ങൾ ദൈവത്തിനോട്, കർത്താവേ, എനിക്ക് നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തിലാണെങ്കിൽ അവിടെ ആയിരിക്കും ഞാനും ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. Luke chapter 8 verse 45. Can you read in English please? 8:45. 8:45. And Jesus said, "Who touched me?" Who When touched all- me? What a when- question. Jesus said, who touched me? എന്നെ തൊട്ടതാര്? ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. എന്നെ തൊട്ടതാര്? ശിഷ്യന്മാരെ ചോദിച്ചു, എന്നാ കർത്താവ്, എന്താ ചോദ്യം ചോദിക്കുന്നത്? ഈ ദിക്കിനും തിരക്കിൻ്റെ ഇടയ്ക്ക് എന്നെ തൊട്ടതായിരുന്നു. സൗഖ്യമായ കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ യേശുവിന് ചോദിക്കാനുള്ള കാര്യം, in a whole meeting there may be only few who will touch the Lord. When you pray, there may be only limited time you will touch the Lord. നിങ്ങൾ ദൈവവുമായിട്ട് സംസാരിക്കുന്ന സമയം ചില സമയത്ത് മാത്രമേ കർത്താവിനെ തൊടുന്നുള്ളൂ. പല ചടങ്ങുകളായി പാട്ട് പാടിയതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ ഒക്കെ ചില സമയത്ത് റിയാലിറ്റിയാണ്. നമ്മൾ ചില സമയത്ത് മെക്കാനിക്കലായി പോവും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇൻ അവർ സം പാർട്ട് ഓഫ് ദ ഡേ, സം പാർട്ട് ഓഫ് ദ ടൈം ഇൻ അവർ ലൈഫ്, ഒരു ദിവസം ചില സമയങ്ങളൊക്കെ റിയലി കർത്താവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ നമ്മൾ? കർത്താവിൻ്റെ കൂടെ ആ ഒരു കൂട്ടായ്മയിൽ എപ്പോഴും ലോർഡ്. ആൻഡ് ദിസ് ലേഡി ഗോട്ട് ടച്ച്ഡ് ബൈ ദ ലോർഡ്. കർത്താവിൽ നിന്നും ഒരു തൊടൽ ലഭിച്ച, സൗഖ്യം ലഭിച്ച ആ സഹോദരിയോട് കർത്താവിനോട്, യെസ്, മെനി പീപ്പിൾ ടച്ച് മീ ബട്ട് ദേ ഡിഡ് നോട്ട് റിയലി ടച്ച് മീ. യഥാർത്ഥത്തിൽ എന്നെ തൊട്ടില്ല. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിൻ്റെ ആഗ്രഹം, പ്രിയ സഹോദരങ്ങളെ, നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയാണ്. അത് റെസ്റ്റോർ ചെയ്യാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. നമ്മളെ തിരിച്ച് അവനിരിക്കുന്ന ആ ഇടത്ത് നീ ഇവിടെ ഇരിക്കുക എന്ന് മോശയോട് പറഞ്ഞ അതേ കർത്താവ് ഇന്നും നമ്മളോട് പറയുന്നത്, നീ ഒന്ന് ഇവിടെ ഇരുന്ന് ഇരിക്കാവോ, കുറച്ചു നേരം നമുക്കൊന്ന് സംസാരിക്കാവോ. ഒരു പ്രസംഗം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാം. വളരെ ബിസി ആയിട്ടുള്ള പ്രസംഗകനാണ്. അദ്ദേഹത്തിന് സമയമില്ല, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. അദ്ദേഹത്തിനോട് ദൈവം ഒരിക്കൽ ചോദിച്ചു, മോനെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാം. ദൈവം പലരോടും അപ്പോയിൻമെൻറ്റ് ചോദിക്കേണ്ട അവസ്ഥയിലാണ്. നമുക്ക് ദൈവത്തിനെ ചോദിക്കും, കർത്താവേ, കർത്താവ് നീ എന്നോട് അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നു,
യു ആർ സോ ബിസി ആൻഡ് ഗോഡ് ഇസ് സ്റ്റിൽ അവൈലബിൾ. ദ ലോർഡ് ഇസ് സ്റ്റിൽ അവൈലബിൾ. സകലവും നമുക്ക് തന്നു, സകലവും നമ്മളെ നടത്തി. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നന്ദിയോടുകൂടെ കർത്താവേ, യെസ്, യു റിഡീം മീ, യു ഓപ്പൺ ദാറ്റ് ഫെലോഷിപ്പ് ഫോർ മീ. കർത്താവിൻ്റെ ഹൃദയത്തിലെ താല്പര്യം മനസ്സിലാകും. സിംബോളിക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ശരിയായിട്ടുള്ള റിയൽ ആയിട്ടുള്ള, അതുകൊണ്ടാണ് പറഞ്ഞത് പഴയ നിയമഭക്തന്മാരെക്കാട്ടിലും നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. കാരണം നമ്മളെ കൂടാതെ അല്ല എന്ന് അവരോട് പറയുമ്പോൾ, യെസ്, നമ്മൾ പക്ഷേ ഇതിനൊന്നും വിലമതിക്കുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് ആകെ. കർത്താവ് വളരെ ഉത്സാഹത്തോടുകൂടി ദൈവമേ സഹായിക്കണമേ. ലെറ്റ്സ് ലുക്ക് എബ്രായർ 4 അധ്യായത്തിൻ്റെ 16 വാക്യം. Hebrews chapter 4 verse 16. വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് വരണം, ധൈര്യത്തോടെ. അതുകൊണ്ട് ആ ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ, പക്ഷേ കരുണയും കൃപയും ലഭിക്കാൻ വേണ്ടി എന്നുള്ള ആവശ്യം മാത്രത്തിനല്ല, എന്നിട്ട് പിന്നെ അതുവഴി പോകുന്നതല്ല. ലോർഡ്, ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ. അതാണ് മോശയോട് കർത്താവിന് പറയാനായിട്ടുണ്ടായിരുന്നു. മോശെ, യു സ്റ്റേ ഹിയർ. I want to talk with you. I want to tell you so many things. I want to talk to you about so many laws. Are you available? ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനടുക്കൽ, കർത്താവേ, ഇന്ന് പകല് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ലോർഡ്, യു വാണ്ടഡ് മീ ടു ബി ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ് വിത്ത് യു. ഹെൽപ്പ് മീ ടു ബി ദെയർ. എന്നെ സഹായിക്കണമേ. ആമേൻ.